نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വലിയൊരു സന്തോഷത്തിൻ്റെ നിറവിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. ഈ പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ത്യാഗപൂർണമായ ചരിത്രം ഒരു മിനിറ്റ് നിലത്തുലിക്കാത്ത രൂപത്തിൽ ഈ ദഅവത്തിനു വേണ്ടി പ്രവർത്തിച്ച, അല്ലെങ്കിൽ അതിനു വേണ്ടി ത്യാഗം വരിച്ച ഒരു പ്രവാചക വര്യനാണ് അബുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാം. ഹജ്ജ് എന്ന വലിയ ആരാധനയെ സംബന്ധിച്ചുള്ള ചിന്തകൾ ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാ എന്ന ചരിത്ര സംഭവത്തെക്കുറിച്ച് നമ്മുടെ മനസ്സ് ഒപ്പിയെടുക്കേണ്ടതുണ്ട്. എന്താണ് ഇത്ര വലിയ ചരിത്രമുണ്ടാകാൻ കാരണം? അല്ലാഹു തആല തെരഞ്ഞെടുത്ത രണ്ട് പ്രവാചകന്മാർ ഈ ചരിത്രത്തിലെ കഥാപാത്രങ്ങളാണ്. സത്യത്തിൽ നമ്മൾ ഈ ലോകത്ത് വന്നത് പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്നും കനി തിന്നത് മൂലം പുറത്താക്കിയപ്പോൾ ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങളെല്ലാവരും പുറത്തു പോകൂ, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ, എൻ്റെ അടുത്തു നിന്നും ഹുദ വരുമ്പോൾ ഫമൻ തബിഅ ഹുദായ, അല്ലെങ്കിലും ആ ഹുദയെ പിൻപറ്റിയാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന് റബ്ബ് ആദം അലൈഹിസ്സലാമക്ക് കൊടുത്ത വാഗ്ദാനമാണ്. വല്ലദീന കഫറു വകദ്ദബു ബിആയാതിന, ആ അവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചപ്പോൾ ഉലൈക അസ്ഹാബുന്നാർ, അങ്ങനെയുള്ള ആളുകൾക്കാണ് നരകം, ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ വേറെ ഒരു സ്ഥലത്ത് സൂറത്തു താഹയിൽ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യഷ്ക, ആർക്കെങ്കിലും മാർഗദർശനം വന്നു കിട്ടിയാൽ അത് സ്വീകരിക്കണം. അത് സ്വീകരിക്കാത്ത പക്ഷം സ്വീകരിക്കുന്ന പക്ഷം അവന് വഴിപിഴവ് സംഭവിക്കുകയില്ല, അവൻ ദൗർഭാഗ്യവാനാവുകയില്ല. അഥവാ അല്ലാഹുവിൻ്റെ നേർമാർഗമാകുന്ന വഹിയ സ്വീകരിച്ചാൽ അവന് ഭയം വന്നു ചേരുകയില്ല, ദുഃഖം വന്നു ചേരുകയില്ല, വഴിപിഴവ് സംഭവിക്കുകയില്ല, ദൗർഭാഗ്യവാനായിരിക്കുകയില്ല, നരകം ലഭിക്കുകയില്ല. ഇങ്ങനെ 5 പ്രത്യേകതകൾ ഹുദ സ്വീകരിക്കുന്നവർക്കുണ്ട്.
ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സന്തോഷത്തിന് കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ കാരണങ്ങളെ അഥവാ ആ നേർമാർഗത്തിൽ നിന്നും തെറ്റിപ്പോകുന്ന കാരണങ്ങളെ ചികിത്സിച്ചാൽ വലിയ സന്തോഷത്തിൻ്റെ വേലിയേറ്റം ജീവിതത്തിൽ വന്നു ചേരും. അതിന് വേണ്ടത് പ്രവാചകന്മാർ എന്താണോ നമ്മോട് കൽപ്പിച്ചത് അത് സ്വീകരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായും പ്രവാചകന്മാർ നമ്മോട് കൽപ്പിച്ചത്. 1 തൗഹീദ്, 2 പരലോകത്തിലുള്ള വിശ്വാസം, 3 റിസാലത്ത് പ്രവാചകത്വം. തൗഹീദിൻ്റെ വേണ്ടിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം തീയിലെറിയപ്പെട്ടത്, ഷാമിലേക്ക് ഹിജ്റ പോയത്, കുടുംബത്തെ ഉപേക്ഷിക്കേണ്ടി വന്നത്. തൗഹീദിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡനങ്ങൾ അനുഭവിച്ചത്, മദീനയിലേക്ക് ഹിജ്റ പോയത്, ബദറും ഉഹുദും ഖന്തഖുമൊക്കെ ഉണ്ടായത് തൗഹീദിന് വേണ്ടിയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം, അവനെല്ലാം അർപ്പിക്കണം, അവനോട് മാത്രം സഹായം തേടണം. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചത്ത് കല്ല് കെട്ടി വലിക്കപ്പെട്ടത് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞത് നിമിത്തമാണ്. ഖബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിനെ തീക്കനലിൽ കിടത്തിയത് മൂലം പുറമുരകി എല്ല് പുറത്തു കണ്ടു. ഈ എല്ല് മരിക്കുവോളം ഖബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ പുറത്ത് കണ്ടിരുന്നു എന്ന് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തിനാണിത്? അഹദ് എന്ന് പറഞ്ഞതിന്, അല്ലാഹു അഹദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്. സുമയ്യ റളിയല്ലാഹു അൻഹ ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദ്, കുന്തത്തിൻ്റെ മുനയാൽ കുത്തിക്കൊല്ലപ്പെട്ടത്, ഷഹീദായത് യഥാർത്ഥത്തിൽ തൗഹീദിന് വേണ്ടിയാണ്. സബബ് റളിയല്ലാഹു അൻഹു ബദറിലും ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിലും ഇങ്ങനെ മരണപ്പെട്ടതും ഷഹീദായതും ഈ ഇസ്ലാമിന് വേണ്ടിയും തൗഹീദിന് വേണ്ടിയാണ്. എന്താണ് ഇവരൊക്കെ തൗഹീദിന് ഇത്തരം പ്രാധാന്യം നൽകാൻ കാരണം? നമ്മുടെ ചൊല്ലിയ തക്ബീർ തന്നെ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഈ ദുനിയാവിനേക്കാൾ, എൻ്റെ ശരീരത്തെക്കാൾ, എൻ്റെ കുടുംബത്തെക്കാൾ, എൻ്റെ മാതാപിതാക്കളെക്കാൾ, എൻ്റെ എല്ലാറ്റിനുമുപരി എനിക്ക് അല്ലാഹുവിനെയാണ് ഇഷ്ടം. ഈ ഒരു ഇഷ്ടത്തെ നമ്മൾ ജീവിതത്തിൽ ഈ ഒരു ഇഷ്ടത്തെ കൊണ്ടുവരുമ്പോൾ ഖബറിലെത്തുമ്പോൾ മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കാതെ ഖബറാളികൾ ഇന്നു ജീവിക്കുന്നില്ല. അപ്പോൾ മറുപടി പറയാൻ സാധിക്കണം, റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയണമെങ്കിൽ എന്തിനേക്കാളും അല്ലാഹുവിനെ ഇഷ്ടപ്പെടണം. തൗഹീദ് നൽകുന്ന നിർഭയത്വം വളരെ വലുതാണ്. പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ തീയിലെറിയപ്പെട്ടപ്പോൾ ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, പരമേൽപ്പിക്കുന്നവനായി ഏറ്റവും നല്ലവനായ അല്ലാഹു മതി എന്ന പ്രതിസന്ധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രതിസന്ധി അവിടെ അവസാനിക്കുകയായി. കുൽനാ യാ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ മേൽ തീയേ, ഇബ്രാഹിമിൻ്റെ മേൽ നീ തണുപ്പും രക്ഷയുമാകണമേ എന്ന് അല്ലാഹു തആല കൽപ്പിച്ചു. അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവിൽ തവക്കുൽ ചെയ്തപ്പോൾ, അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ, ഫിർഔന്റെ സൈന്യം പിന്നിലും കടൽ തിരമാലകൾ മുന്നിലുമായുള്ളപ്പോൾ ഇനി രക്ഷയില്ല, ഇന്നാല മുദ്റകൂൻ, ഞങ്ങളിതാ പിടിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് ഇസ്രായേല്യർ പറഞ്ഞപ്പോൾ മൂസാ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താ? ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, ഒരിക്കലുമില്ല, തീർച്ചയായും എന്നോടൊപ്പം എൻ്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. കൽപ്പന വന്നു വടികൊണ്ടടിക്കാൻ, വടികൊണ്ടടിച്ചു. പർവ്വതങ്ങളെപ്പോലെ, 2 മലകളെപ്പോലെ വെള്ളം മാറി നിന്ന് അവിടെ ഉണങ്ങിയ വഴിയുണ്ടായി. ആ വഴിയിലൂടെ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തുകയും ആ വഴി കൊണ്ടു തന്നെ ഫിർഔനിനെ മുക്കിക്കൊല്ലുകയും ചെയ്തു. സൗറന്ന ഗുഹയിൽ അല്ലാഹുവിൻ്റെ റസൂലും പ്രിയപ്പെട്ട സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നപ്പോൾ ശത്രുക്കൾ പിടിക്കപ്പെടുമെന്നായപ്പോൾ, ശത്രുക്കളുടെ വാൾത്തലപ്പുകൾ ഗുഹാമുഖത്തു കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിപ്പിടിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കേണ്ട, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. തൽഫലമായി അല്ലാഹുവിൻ്റെ സമാധാനം അവരിൽ ഇറങ്ങി. കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് സഹായിച്ചു. മദീനയിൽ നല്ല രീതിയിൽ പ്രബോധനം നടത്താൻ നല്ലൊരവസ്ഥയുണ്ടായി. ഇതൊക്കെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന വാക്ക് പറഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാൽ ശിർക്കിലേക്കും കുഫറിലേക്കും ബിദഅത്തിലേക്കും പോകുന്നതിന് പകരം പൂർണ്ണമായും അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക, പൂർണ്ണമായും അല്ലാഹുവിൽ സമർപ്പിക്കുക, എന്തും അല്ലാഹുവിനെ വിശ്വസിച്ചേൽപ്പിക്കുക. അല്ലാഹുവിനെ സൂക്ഷിച്ചവന് അല്ലാഹുവിനെ മുന്നിൽ കാണുന്നത് പോലെ സഹായം കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് തൗഹീദ്.
ആ മുവഹ്ഹിദീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരലോകത്തിൽ വിശ്വസിക്കണം. ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്. ഇവിടെ ചെറിയൊരു ജീവിതം, വളരെ നിസ്സാരമായ ഒരു ജീവിതം, ഇവിടെ താൽക്കാലികമായി ജീവിക്കുകയാണ് മനുഷ്യൻ. ആദം അലൈഹിസ്സലാം പഴം ഭക്ഷിച്ച കാര്യത്തിൽ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട് ആ പരീക്ഷണത്തിനായി ഇവിടെ വന്ന ആത്മാക്കളാണ് നമ്മൾ. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. നന്ദി കെട്ടവനാണോ നന്ദിയുള്ളവനാണോ എന്ന ചോദ്യത്തിന് ഓരോ നിമിഷാർത്ഥവും നമ്മൾ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണം കൊണ്ടും അനുഗ്രഹം കൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്? അയ്യുക്കും അഹ്സനു അമല. ആരാണ് നല്ല നിലയിൽ ഒരു സാഹചര്യത്തെ തരണം ചെയ്യുന്നത്? ക്ഷമയുണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടി ഓരോ സാഹചര്യത്തെയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ആരാണ് മാറ്റുന്നത് എന്ന് ചിന്തിക്കാനാണ്, ആലോചിക്കാനാണ്, പ്രവർത്തിക്കാനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. മരണം സുനിശ്ചിതമാണ്. ഏതു സമയത്താണ് ശ്വാസം നിലക്കുക, ഏതു സമയത്താണ് മറിഞ്ഞു വീഴുക, ആരാണ് നമ്മുടെ ഷർട്ടിൻ്റെ ബട്ടൺ സഹിക്കുക, ആരാണ് നമ്മുടെ വാച്ചടിച്ചു വെക്കുക, ആരാണ് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുക, ആരാണ് നമ്മളെ ഖബറിലേക്ക് വെക്കുക എന്ന് നമുക്കറിയില്ല. എവിടെയാണ് മരിക്കുക എന്നറിയില്ല. ഖബറിൽ ചോദ്യമുണ്ട്. ഉത്തരം പറഞ്ഞേ തീരൂ. ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് നാശമായിരിക്കും. ശിക്ഷയുണ്ട്, അവിടെ രക്ഷയുണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ ഖബറിലേക്ക് തുറക്കും, അല്ലെങ്കിൽ നരകത്തിൽ നിന്നുള്ള വാതിൽ തുറക്കും. പരലോകത്തെ കാത്തു കിടക്കേണ്ടതുണ്ട്. എത്ര കാലം കിടക്കേണ്ടി വരും? 1400 ചില്ലാനം വർഷങ്ങളായി സഹാബത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖിയാമത്ത് കാത്തു കിടക്കുകയാണ്. സ്വർഗത്തിൻ്റെ വാതിൽ ആ ഖബറിലേക്ക് തുറന്നുകൊണ്ട് സൗഭാഗ്യത്തിലോ ദൗർഭാഗ്യത്തിലോ ഏതിലായിരിക്കും നമ്മുടെ മരണം? ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാഹളത്തിൻ്റെ പിന്നാലെ പൂർണ്ണ നഗ്നരായി തലയിലെ മണ്ണ് തട്ടി കോടാനുകോടി ആ സവിധത്തിലേക്ക് യാത്രയാകും, അല്ലാഹുവിൻ്റെ സവിധത്തിലേക്ക്, നാട്ടക്കുറയിലേക്ക് പറന്നെടുക്കുന്ന പറവകളെപ്പോലെ. പിന്നെ കാത്തിരിപ്പാണ് അവിടെ. ഒന്നുകിൽ അർശിൻ്റെ തണലിൽ, അല്ലെങ്കിൽ ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന ആ മഹ്ശറ വൻസഭയിൽ. ഏതിലാണ് നമ്മൾ പെടുക? ഒരു ദിവസത്തിന് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ടായിരിക്കും അവിടെ. അന്ന് ഈ ജീവിതത്തിൻ്റെ നിസ്സാരത ബോധ്യപ്പെടും. ഇത് 10 ദിവസമാണ് ഇവിടെ ജീവിച്ചത്, അല്ല ഒരു ദിവസമാണ്, ഒരു വൈകുന്നേരമാണ്, അല്ലെങ്കിൽ ഒരു രാവിലെയാണ് എന്നൊക്കെ ചുരുങ്ങിയ സമയം ഈ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കും. വലതു കയ്യിൽ ഗന്ധം ലഭിക്കും. ഗന്ധത്തിൽ എന്തുണ്ടായിരിക്കും? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ. ചെറുതും വലുതുമായ ഒന്നും ബാക്കിയാവില്ല. ഒരാളോട് പുഞ്ചിരിച്ചത്, ഒരാളോട് മുഖം കോട്ടി പരിഹസിച്ചത് എല്ലാം എഴുതി വെച്ച രേഖ നാളെ പരലോകത്തൊന്നുകിൽ വലതു കൈയിൽ അല്ലെങ്കിൽ ഇടതു കൈയിൽ ലഭിക്കും. മീസാനിൽ നന്മയുടെ ഭാഗം കനം തൂങ്ങും. വിചാരണ എളുപ്പം നടക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കും. സിറാത്തിലൂടെ കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ സഞ്ചരിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്നും ഹൗദിൽ നിന്നുള്ള വെള്ളം കുടിക്കും. ഹൗദിൽ കൗസറിൽ നിന്നും വെള്ളം കുടിക്കും. തടസ്സമില്ലാതെ റഹ്മാനായ റബ്ബിനെ സ്വർഗത്തിൽ കാണും. അന്ന് ചില മുഖങ്ങൾ കരുവാളിച്ചവയായിരിക്കും. അവരുടെ മുഖം തന്നെ ഇരുട്ടുവെട്ടി ഒട്ടിച്ചതുപോലെ ആയിരിക്കും. ഇടതു കയ്യിൽ ഗ്രന്ഥം ലഭിക്കും. സ്വന്തം നാശത്തെ വിചാരിച്ച് വിലപിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. മീസാനിൽ നന്മക്കൊരു ഭാരവും ഉണ്ടാവുകയില്ല. വിചാരണക്കെടുക്കൽ ദൈർഘ്യമായി പോയി പ്രയാസത്തെ അനുഭവിക്കേണ്ടി വരും. കഠിനമായ ചോദ്യം ചെയ്യൽ നടക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് തടയപ്പെടും. സിറാത്തിൽ നിന്നൊതുകിൽ കുടുംബ ബന്ധത്തിൻ്റെ കൊളുത്തുകൊണ്ട്, അല്ലെങ്കിൽ അമാനത്തിൻ്റെ കൊളുത്തുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചിടപ്പെടും. ദൗർഭാഗ്യവാനായി നരകത്തിൽ കിടക്കേണ്ടി വരും. നമ്മൾ ഏതിലാണ് പെടുക? നമ്മൾ എവിടെയാണ് ഉണ്ടായിരിക്കുക? ഇതുവരെയുള്ള ജീവിതത്തെ വിലയിരുത്തണം. നമ്മൾ എവിടെയാണ് എത്തുക? നമ്മുടെ മരണം എങ്ങനെയായിരിക്കും? അടുത്ത പെരുന്നാളിന് ഞാൻ ഉണ്ടാകുമോ ഇല്ലേ? ഒരേ ഒരു രക്ഷയേ ഉള്ളൂ, വിസാരത്തനുസരിച്ച് ജീവിക്കുക, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും, നമുക്ക് പൊറുത്തു തരും, സ്വർഗം തന്ന് നമ്മളെ അനുഗ്രഹിക്കും. അത്തരം ആളുകളിൽ അള്ളാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, നമസ്കാരത്തിൽ, മറ്റനുഷ്ഠാനങ്ങളിൽ 2 കാര്യം ആവശ്യമാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറേണ്ടത്, നമസ്കരിക്കേണ്ടത്, മറ്റനുഷ്ഠാനങ്ങൾ നിർവഹിക്കേണ്ടത്. 2, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന അതേ മാതൃകയിൽ പ്രവർത്തിക്കണം. ഏറ്റവും നല്ല സൽസ്വഭാവിയാകാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എനിക്ക് എമ്പാടും അറിയും. പിന്നെ എന്താണ് അതിന് എനിക്ക്
കഴിയാത്തത്? ഇത് മനുഷ്യന്റെ ഉള്ളിലെ ഒരു തേട്ടമാണ്, ഒരു ചോദ്യമാണ്. പരസ്പരം ശത്രുത വളർത്താനും നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാനും തിന്മയിലേക്ക് താല്പര്യം ജനിപ്പിക്കാനും പിശാചെന്ന ശത്രു നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ശത്രുവിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, ആ ശത്രുവിനെ എതിരിടാൻ ശ്രമിക്കുന്നില്ല. മുഖ്യ ശത്രുവായ പിശാചിനെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. ആദം അലൈഹിസ്സലാം മുതൽ ഇതുവരെ അവൻ എക്സ്പീരിയൻസ്ഡ് ആണ്. പല ആളുകളെയും പിഴപ്പിച്ച് അവൻ നരകത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എന്താണ് ഒരു വഴി? ഇബാദുൽ മുഖ്ലസീൻ, ഇബാദുല്ലാഹിൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ള അടിമയാവുക. അതെങ്ങനെ സാധിക്കും? അതിനുള്ള കാര്യമാണ് ഇനി പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പെരുന്നാൾ കൊണ്ട് മാറ്റം വരണം. മാറ്റമുണ്ടെങ്കിലേ ഒരു സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തേക്ക് മാറിയിരുന്നാൽ, ഒരു സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തേക്ക് സഞ്ചരിച്ചാൽ അവിടെ ഒരു ഉപകാരമുണ്ടാകുമെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം. എങ്കിൽ അത് ഹൃദയത്തിൻ്റെ വസന്തമാകും, നെഞ്ചകത്തിൻ്റെ പ്രകാശമാകും, ദുഃഖത്തെ അത് ഇല്ലായ്മ ചെയ്യും, മാനസികമായ അസ്വസ്ഥതയെ മുഴുവൻ ഒഴിവാക്കി തരും. അങ്ങനെ ഖുർആനുമായി അങ്ങേയറ്റത്തെ ഒരു ബന്ധം. ഇന്ന് ഖുർആൻ ഓതിയോ? സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഇന്ന് നമ്മൾ ഖുർആൻ ഓതുമോ? ഇല്ല. ഇന്നത്തേതാലോചിക്കേണ്ട. ഇന്നലത്തെ അവസ്ഥ എന്തായിരുന്നു? കഴിഞ്ഞ ആഴ്ചത്തെ അവസ്ഥ എന്തായിരുന്നു? ആലോചിക്കണം. ഖുർആൻ എന്നത് നമ്മുടെ കാറ്റലോഗാണ്. കാറ്റലോഗ് വായിക്കാതെ ജീവിക്കുന്ന ഒരാൾ കേടുവരുമെന്നതിന് എന്താണ് ഇത്ര സംശയം? അതുകൊണ്ട് തന്നെ കാറ്റലോഗ് വായിക്കണം, ഖുർആൻ ആഴത്തിൽ പഠിക്കണം, മനസ്സിലാക്കണം. അത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. പ്രഭാഷകന്റെ മാത്രം ബാധ്യതയല്ല, ഖുത്ബ പറയുന്നവന്റെ ബാധ്യതയല്ല, എടുക്കുന്നവന്റെ മാത്രം ബാധ്യതയല്ല. ഓരോ മുസ്ലിമും കാറ്റലോഗ് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം, പിശാചിൽ നിന്നും രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ മാർഗം രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട ദിക്റുകൾ അത് പതിവാക്കുക. അവ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും വിജയിക്കാൻ എന്തൊക്കെ വേണോ അതൊക്കെ അദ്കാർ സബാഹിലും അദ്കാർ മസായിലും ചോദിക്കുന്നുണ്ട്. മുഴുവൻ കാര്യങ്ങളും റബ്ബിനോട് ചോദിക്കുന്നുണ്ട്. അത് ആത്മാവിന് നൽകുന്ന ഭക്ഷണമാണ്. അത് മാനസിക ആരോഗ്യത്തിനുള്ള നിദാനമാണ്. മൂന്നാമത്തത്, നമസ്കാരം നന്നാക്കണം. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിനോട് നന്ദി പറയലാണ് നമസ്കാരം. സൃഷ്ടിച്ച നാഥനോട് രഹസ്യമായി സംസാരിക്കലാണ് നമസ്കാരം. സമയത്ത് നിർവഹിക്കണം. പുരുഷന്മാർ ജമാഅത്തായി നിർവഹിക്കണം. നിബന്ധനകൾ പാലിക്കണം. റസൂലിന്റെ ചര്യയെ പിന്തുടരണം. നാളെ പരലോകത്താദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് ആ നമസ്കാരമായിരിക്കുമെന്ന ചിന്ത വേണം. സൽസ്വഭാവിയാവുക എന്നതാണ് നാലാമത്തെ കാര്യം. ഇബ്ലീസ് അഹങ്കാരിയായിരുന്നു. ആദം അലൈഹിസ്സലാം ആദം അലൈഹിസ്സലാമിനെ ആ ഇബ്ലീസ് ചെറുതായി കണ്ടു. നിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതാണെന്ന് ആദം അലൈഹിസ്സലാമിനെ നോക്കി പറഞ്ഞു. റബ്ബിന്റെ കൽപ്പനയെ ധിക്കരിച്ചു, സത്യത്തെ നിരാകരിച്ചു. നമ്മൾ അഹങ്കാരിയായാൽ ഇബ്ലീസിന്റെ പാത പിന്തുടരുന്ന ആളാവും. നിത്യശാപത്തിന്റെ നരകക്കാരനായി ഇബ്ലീസ് മാറിയത് അഹങ്കാരിയായത് കൊണ്ടാണ്. ആദം അലൈഹിസ്സലാം കാലാകാലം സ്വർഗത്തിൽ താമസിക്കുമെന്ന് പിശാച് പറഞ്ഞ കളവ് വിശ്വസിച്ച് അത്യാഗ്രഹത്തോടുകൂടി പഴം തിന്നു. കാരണം സ്വർഗത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് പുറത്താക്കി. ഇതിന് കാരണം ആദം അലൈഹിസ്സലാമിന്റെ അത്യാഗ്രഹമായിരുന്നു. ഹാബീൽ കാബീലിനെ കൊന്നത് അസൂയയായിരുന്നു. കാരണം അസൂയയുടെ ഫലം ഹാബീൽ അനുഭവിക്കും. അഹങ്കാരത്തെ അലിച്ചില്ലാതാക്കാൻ വേണ്ടത് വിനയമാണ്. എല്ലാം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രം ലഭിച്ചതാണ്. ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നതും ഹിദായത്ത് ലഭിച്ച് നിങ്ങൾ ഈ പള്ളിയിൽ ഇരിക്കുന്നതും നമ്മൾ 5 നേരം നമസ്കരിക്കുന്നതും നമ്മുടെ പവറല്ല കൂട്ടരെ, സഹോദരങ്ങളെ. അത് അല്ലാഹു തന്ന തൗഫീഖാണ്. എല്ലാം അല്ലാഹുവിൻ്റെ തൗഫീഖ്. നമ്മൾ മറ്റുള്ളവരെക്കാൾ ഉന്നതരാണെന്ന് ചിന്തിക്കാതിരിക്കുക, അധമനാണെന്ന് നിരൂപിക്കാതിരിക്കുക. പണവും പത്രാസും പദവിയും റബ്ബ് നമ്മിൽ നിലനിർത്തുന്നതാണെന്ന് അത് കളയുന്നത് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുക. അവനെ തൃപ്തിപ്പെടുത്തണം. അതിന് അഹങ്കാരത്തെ ഒഴിവാക്കണം. ഇനിയോ അത്യാഗ്രഹത്തെ ഒഴിവാക്കാൻ ഖനാഅത്ത് വേണം. കിട്ടിയതിൽ സംതൃപ്തി വേണം, ആത്മസംതൃപ്തി വേണം. ലഭിച്ചത് പോരാ എന്ന് ചിന്തിക്കുമ്പോൾ ടെൻഷൻ കൂടും. ലഭിച്ചത് അധികമാണ് എന്ന് ചിന്തിക്കുമ്പോൾ റബ്ബ് തന്നതിൽ തൃപ്തിപ്പെടാനും
ആ സമ്പന്നതയിൽ ധന്യതയോടുകൂടി ജീവിക്കാനും സാധിക്കും. അസൂയക്ക് പകരം ഗുണകാംക്ഷ നസീഹത്താണ് വേണ്ടത്. ആർക്കെന്ത് പുരോഗതി ഉണ്ടായാലും കൺകുളിർക്കണം, മാഷാ അല്ലാഹ് പറയണം. അവർക്കത് നിലനിൽക്കാനും കൂടുതൽ ഉന്നതി പ്രദാനം ചെയ്യാനും വേണ്ടി പ്രാർത്ഥിക്കണം. ഏറ്റവും വലിയ ഗുണം എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്ന ഗുണകാംക്ഷയാണ്. ആരും നരകത്തിൽ പോകാൻ പാടില്ലെന്ന താല്പര്യമാണ്. ഈ ഗുണകാംക്ഷയുടെ പാരമ്പര്യമാണ് പ്രഭാതന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. അലക്കുമ്പോൾ കയ്യും കല്ലും വൃത്തിയാകുന്നത് പോലെ പ്രബോധകന്റെ മനസ്സും ചെയ്തിയും വൃത്തിയുള്ളതാകും. ഈ ഒരു പെരുന്നാൾ സുദിനത്തിലാണ് നമ്മളുള്ളത്. മാറാൻ തയ്യാറാവുക, മാറ്റങ്ങൾ പ്രഖ്യാപിക്കുക, ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക, രോഗികളെ സന്ദർശിക്കുക, കൂടുതൽ കാരുണ്യമുള്ളവരായി മാറുക, സൽസ്വഭാവം ഒരു ചര്യയായി ജീവിതത്തിലേക്ക് സ്വീകരിക്കുക, ദുസ്വഭാവങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുക, മതം പഠിക്കുക, പുലർത്തുക, അതനുസരിച്ച് ജീവിക്കുക, ധാരാളമായി സ്വന്തത്തിനും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കും. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിക്കാനും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി മരിക്കാനുമുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവരെ ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളമുണ്ട്. അല്ലാഹു തആല ആ രോഗികൾക്കൊക്കെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി കൂടുതൽ നന്മ ചെയ്യാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد.